സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നൊരു സംഭവം, അതിനുശേഷം ഇലക്ട്രിക്കൽ വിഭാഗം പരിശോധന നടത്തി പ്രവർത്തന സജ്ജമാണെന്നുള്ള റിപ്പോർട്ട് കൂടെ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ രോഗികളെ മാറ്റിയതെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള എന്താ? ഞാനിപ്പോൾ പ്രിൻസിപ്പളായി സംസാരിച്ചു, ഡോക്ടർ പ്രതാപനായി സംസാരിച്ചു. 6th ഫ്ലോറിലാണ് ഈ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് മുഴുവനും. അതിതുവരെ ഫങ്ഷൻ ചെയ്തില്ല. നമ്മൾ ആലോചിക്കണം. കാരണം ചെയ്യാതിരിക്കാൻ കാരണം ആവശ്യമായ സ്റ്റാഫ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ സ്റ്റാഫിന് ഇതുവരെ അനുവദിച്ചില്ല. ഇപ്പം അനുവദിച്ചു എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല പൂർണ്ണമായിട്ട് വരിക. പക്ഷേ ഇത് ഇവർ പറയുന്നത് ഈ വയറിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഒരു തറോ ചെക്കിങ് നടത്താതെ ഇവയ്ക്ക് ഒരിക്കലും ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിലെ എന്താണ് ഈ വയറിങ്ങിലുണ്ടായിട്ടുള്ള ഈ അപകടം, എവിടെയാണ് അതിൻ്റെ പാളിച്ച? ഒരു തറോ എൻക്വയറി അനിവാര്യമാണ്. കാരണം നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇതറിയേണ്ട വിഷയമാണ്. കാരണം ഇത് രണ്ടാമത്തെ സംഭവമാണ്. ഇത് പേഷ്യൻസ് ആശങ്കയിലാണ്, നാട്ടുകാർ ആശങ്കയിലാണ്, ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ആശങ്കയിലാണ് കൂടെ സംഭവിക്കുന്നത്. അത് ഒഴിവാകണമെങ്കിൽ ഒരു അന്വേഷണം അനിവാര്യമാണ്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർക്കും ചീഫ് മിനിസ്റ്റർക്കും ഞാൻ ഓരോ കത്ത് ഇന്ന് തന്നെ കൊടുക്കാണ്ടിപ്പോവാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഈ കാര്യങ്ങൾ പുറത്തു വരണം. എന്നാൽ മാത്രമേ കൃത്യമായി നമുക്കിതിൽ പറയാൻ സാധിക്കൂ. ഈ കഴിഞ്ഞ തവണ തീപിടുത്തമുണ്ടായ സമയത്ത് ഈ പുക ഉയർന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ആശങ്ക ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാഘവേട്ടൻ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്താണ്. അതിന് കൃത്യമായുള്ള മറുപടി കിട്ടിയിട്ടുണ്ടോ ആരോഗ്യവകുപ്പിൻ്റെ? ഒരു മറുപടിയും കിട്ടിയില്ല മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു പ്രതിഷേധം അറിയിച്ചു. ഹെൽത്ത് മിനിസ്റ്റർ വന്നപ്പോൾ എന്നൊന്നും അറിയിച്ചില്ല. ഞാൻ ജനപ്രതിയാണ്. ഇതുപോലെ സംഭവം നടന്നപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അതിന് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ഹെൽത്ത് മിനിസ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ വിളിക്കണ്ടേ, ഞങ്ങളോട് സംസാരിക്കണ്ടേ, ഞങ്ങളോടും കാര്യങ്ങൾ അറിയണ്ടേ? അവരൊന്നും ചെയ്തില്ല. അത് നല്ല നടപടിയല്ല. കൃത്യമായുള്ള പരിശോധനകൾ നടത്താതെയാണ് ഈ വിഭാഗം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് എം കെ രാഘവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക പരിഹരിക്കാനുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഉയർന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കും കൂടെ കത്തയച്ചിരിക്കുന്നത്.